ഹായ് ഫ്രണ്ട്സ്, KHS Meet എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് സ്പെഷ്യലായ ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാണുന്ന കോളിഫ്ലവർ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതുപോലെ പിച്ചി ഇടാം നമുക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നന്നായി ചൂടായ വെള്ളം ഒഴിച്ചു വെക്കണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഉപ്പിട്ടതിന് ശേഷമാണ് തിളച്ച വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം അതിലത്തെ പുഴുകളൊക്കെ പോകാൻ വേണ്ടി നമുക്ക് അവിടെ വെക്കാം. അപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി ഏകദേശം 10 മിനിറ്റോളം തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളെടുത്തതിന് ശേഷം അതിലേക്കൊരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അരക്കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിനി കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഈ മിക്സ് അതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതായി കാണുന്നത് പോലെ മസാല നന്നായി ഇതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതൊരു ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ പോലത്തെ ഒന്നും പറ്റില്ല കേട്ടോ, ഓയിൽ തന്നെ നിർബന്ധമാണ്. അപ്പോൾ നമുക്കിനി ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പാടെ പൊരിച്ചെടുക്കുന്നത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കിനി കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ചട്ടിയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോളിഫ്ലവർ ഇടുമ്പോൾ നന്നായി വിട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് ഇട്ടത് കോരിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് വന്നാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് മൊത്തം ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിക്കാം. ടൊമാറ്റോ കെച്ചപ്പാണിത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇടാം. ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി തോന ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു സബോള, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും 1/2 ക്യാപ്സിക്കം ആണ്. ഈ കാണുന്ന ബൗളിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇടുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സബോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിന് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക്.
അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്കിത് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റണം. ചൈനീസ് സ്പെഷ്യൽ ഗോബി മഞ്ചൂരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.